Hello, welcome to my channel Homemade. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. ഹലോ, ഇന്ന് നമുക്ക് ബിരിയാണിയുടെയും പുലാവിൻ്റെയൊക്കെ കൂടെ കഴിക്കുന്ന ഓണിയൻ റൈത്ത എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സാലഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഓണിയൻ റൈത്ത ഇല്ലെങ്കിൽ നമുക്ക് ബിരിയാണി കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടല്ലേ. അതിന് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ റൈത്ത കൂടിയേ തീരൂ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ ഓണിയൻ റൈത്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് സവോള കട്ട് ചെയ്തെടുക്കാം. സവോള മുറിക്കുമ്പോൾ അതിൻ്റെ അറ്റത്തുള്ള കട്ടിയുള്ള പീസ് എടുത്ത് കളയാൻ മറക്കരുത്. അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ചെറിയ പീസായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. റൈത്തയ്ക്ക് എപ്പോഴും നമ്മൾ കുഞ്ഞു പീസായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് ടേസ്റ്റ്. വലിയ പീസായിട്ട് അരിഞ്ഞെടുത്താൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം സവോള അരിഞ്ഞതിന് ശേഷം നമുക്ക് തക്കാളി അരിയാം. ഞാൻ പകുതി തക്കാളി മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. എനിക്ക് തക്കാളി കൂടുതലുള്ള അത്ര ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ പകുതി എടുക്കുന്നത്. പിന്നെ അതിനകത്തെ കുരുവിൻ്റെ പോർഷൻ വേണ്ട എന്നുള്ളവർക്ക് എടുത്ത് മാറ്റാം. ഞാൻ കുരുവും കൂടെ ചേർത്താണ് എടുക്കാറുള്ളത്. പിന്നെ ഒരു കുക്കുംബറിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് അറ്റവും കട്ട് ചെയ്ത് ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അതും എടുക്കാം. ഇതൊന്നും ചേർക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. സാലഡിന്, അതായത് ഓണിയൻ റൈത്തയ്ക്ക് ഓണിയൻ മാത്രം എടുത്താലും മതി. ഞാൻ ഇതൊക്കെ കൂടെ കുറേശ്ശെ ചേർക്കുമ്പോൾ അതിന് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മിക്സഡ് ആയിട്ടുള്ള റൈത്ത കാണിക്കുന്നത്. പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതും തീരെ ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം നമുക്കൊരു ബൗളിലേക്ക് എടുക്കാം. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു 2 കപ്പോളം തൈര്, നല്ല കട്ടിയുള്ള തൈര് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം പകുതി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി പകുതിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ച് വല്ല ഇളക്കിയിട്ട് ചേർത്താലും മതി. ഒത്തിരി മിക്സിയിലൊന്നും ഇട്ട് അടിക്കരുത്. ലൂസായിട്ടുള്ള മോര് പോലെയുള്ള തൈര് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈത്ത അത്ര സുഖമാവില്ല. നല്ല കട്ടിയായിട്ടുള്ള തൈര് തന്നെ ചേർക്കുക. ചെറിയ തണുപ്പുള്ള തൈരാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇനി അല്പം സ്പൈസി ആയിട്ടുള്ളത് താല്പര്യമുള്ളവർക്കാണെങ്കിൽ അല്പം കുരുമുളക് പൊടിയോ ജീരകത്തിൻ്റെ പൊടിയോ ഒക്കെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഇത് അല്ലാതെ തന്നെ കഴിക്കാനാണ് എനിക്കിഷ്ടം. 2 കപ്പോളം തൈര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പ് എന്തെങ്കിലും പോരെന്നുണ്ടെങ്കിൽ നോക്കി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു കാര്യം, നമ്മളിത് കഴിക്കാൻ നേരത്ത് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞ് മാറ്റി വയ്ക്കുക. തൈരും ഉപ്പും സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് സെർവ് ചെയ്താൽ മതി. മല്ലിയിലയോ കറിവേപ്പിലയോ താല്പര്യമുള്ളവർക്ക് ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്ത് ചേർത്ത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിവരം അറിയിക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.